അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ കേട്ടാ. അതെന്താന്ന്? എടോ ഇത് വേറെ ആളുകൾ ഓട്ടം വിളിച്ചതാണ്. അപ്പൊ അവരെ അറിയാതെ എന്റെ സ്വന്തം റിസ്ക്കാണ് നിന്നെ കൂടെ അതിനെ കൂടെ കൊണ്ടുപോകണത് കേട്ടാ. പൈസ ഇരുന്നുണ്ടല്ലോ. പൈസ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ബോട്ട് വിളിച്ച് പോയോക്കണം, ട്രൗസറിൽ കയറും. അയ്യോ, ഒറ്റ ട്രൗസർ എടുത്തിട്ട്. അപ്പൊ നീ സ്രാങ്കിന്റെ എടുത്തിരുന്നാ മതി. സ്രാങ്കാരി? സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാപ്റ്റൻ. ക്യാപ്റ്റനാരി? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് ഓടിക്കണടോ. അപ്പൊ ഓടിക്കുന്ന ആളാരി. വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കണതിനാ ഞാൻ തന്നെ. അപ്പൊ പൈസ എടുക്കുന്ന ഒന്ന് കൊടുക്കാണ്ട് കൊടുക്കണം. എടുക്ക്. 2500 കൂടി തരണം. 500 ഞാൻ ഇറങ്ങുമ്പോൾ തരാം. അപ്പോൾ ഒരു കാര്യം ഞാൻ വന്നിട്ട് ആ ഫ്രണ്ടിൽ ഇരുന്ന കേട്ടോ. അത് ശരി. അതിന്റെ ഉള്ളിലേക്കൊന്നും പോകരുത്, അവർക്ക് ശല്യം ഉണ്ടാക്കരുത്. എനിക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ട്. ഡാൻസ് കൂട്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാം. സമയമാകുമ്പോൾ കളിച്ചാൽ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ ഇല്ല. അയ്യോ, കരിമീന സാറിന് വേണ്ടിയുള്ള കരിമീന. ഇത് നിർത്തി പൊള്ളിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഇത് നമ്മുടെ സ്രാങ്ക് സത്യേട്ടൻ. എത്ര നേരമായിരിക്കണം പോയി. സത്യേട്ടൻ അത് അപ്രമീസ. ആരാ? നിങ്ങളെ മോനെ പോലെ കണ്ടാൽ മതി. എത്ര ബോട്ടുകളാ നോക്കിയേ. ഇതിന് മാത്രം ആളുകൾ എവിടെ ഉള്ളതെന്നാ ഞാൻ ഓർക്കണം. അല്ല, ഒരു പ്രാവശ്യമെങ്കിലും വരണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. രാത്രിയാകുമ്പോ കമ്പിളിയൊക്കെ കിട്ടുവാടാ. അതൊക്കെ ഉണ്ടാവും ഇവിടെ. എന്റെ സാധനമൊക്കെ ഞങ്ങളെ എടുക്കണേ. ഞങ്ങളെ എടുക്കണേ. നിങ്ങളെ നിങ്ങളുടെ എടുക്കണ. ചിരിച്ചോ. ഉണ്ടെന്റെ സെൽഫിയാണ്. ചിരിച്ചോ, നല്ലോണം ചിരി. ചുമക്കല്ലേ അച്ഛാ? സർക്കാരിന്റെ ബോട്ടാണത്. അതിന്റെ കോല അതിന് കാണാനുണ്ട്. അതെ, ആയ പ്രായത്തിലൊരു കല്യാണം കഴിച്ചെങ്കിലേ ഇപ്പൊ ഇതുപോലെ അങ്ങനെ ഒരു ടൂറൊക്കെ വന്ന് അടിച്ചു പൊളിക്കാറുന്നില്ലേ? അച്ഛനോ? എനിക്കല്ല ആൾക്ക്. അതൊന്നും ഇനി വേണ്ട. പിന്നെ അച്ഛാ, ശ്വാസം മുട്ടുമെങ്കിൽ ആ കാറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിരിക്കും. വെൽക്കം ഡ്രിങ്ക്. വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവരണേ. വന്നിട്ട് 15 മിനിറ്റായി. അതിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കറണ്ട് വല്ലതും ഉണ്ടോ? എന്ത് വെള്ളം? നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം കാടി വെള്ളം പോലെ ഇരിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ല മധുരമുണ്ട്. അതോ മധുരമുണ്ട്? ഇത് കുടിക്കാൻ പറ്റില്ല ഏട്ടത്. ഉപ്പാ പുളി ഏതാണ്ടൊക്കെ. ഇതോ? വേറെ വെള്ളം എടുക്കാൻ വേണ്ട വേണ്ട. നന്നായിട്ടുണ്ട് മോനെ. ഏറ്റിക്കോളൂ. വേറെ വെള്ളം എടുക്കണോ? വേണ്ട വേണ്ട. ഇത് എവിടുന്ന നിങ്ങൾ ഇത് കായലിലെ വെള്ളം എടുത്തിട്ടാണോ കലക്കണേ? അല്ല, പൈപ്പിലെ വെള്ളം. പൈപ്പിൽ എവിടുന്ന വെള്ളം? കായലിൽ കിട്ടണം. വേറെ എന്തെങ്കിലും കിട്ടുമോ? എടുക്കാം. എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് നല്ല നിലയ്ക്ക് പോകുന്നു. പറഞ്ഞതോ പത്ത. എന്ത് വെള്ളാണത്? അവര് വന്നപ്പോ പറഞ്ഞല്ലോ. അത് ഒരാള് നമ്മൾ അതിഥിയെ സ്വീകരിക്കുമ്പോ നമ്മൾ അവരുടെ മുഖത്തൊക്കെ ഒന്നും പറയാൻ പാടില്ല. ഇവിടെ വിരുന്ന് വന്നേക്കല്ല, കയ്യിലെ കാശ് അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ടാ വന്നിട്ടുള്ളത്. അതെയോ? ഒരു കട്ടൻ ചായ കൊണ്ടോ വേണേ? തുടക്കത്തിലേ കല്ല് കെട്ടി കേട്ടോ മന്മത. ഒരിക്കൽ വെള്ളം പിടിച്ചില്ല, കാടി വെള്ളം. അത് ഞാനും എടുത്ത് കുടിച്ച് നീ കലക്കി വെച്ചപ്പോ എനിക്കും തോന്നിയത്. പിന്നെ നിന്റെ മുഖത്ത് നോക്കി പറയണ എങ്ങനാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഏത് വെള്ളം കുടിച്ചേ? ഈ ഇവിടെ കലക്കി വെച്ചിരുന്നില്ലേ ആ കപ്പില്? അതല്ലല്ലോ, അത് ഇന്നലത്തെ വെള്ളം ബാക്കിയല്ലേ? ഫ്രഷ് അല്ലേ കലക്കി കൊണ്ട്. പോയത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അന്നുള്ള സാധനങ്ങൾ അന്നൊന്ന് കഴുകി കളയണം. തലേ ദിവസത്തെ സാധനം തലേ ദിവസം കളയണം. ഇന്നലെ നമ്മൾ രണ്ടാളും ഓഫായത് ഓർമ്മ ഉണ്ടോ? 10 മണിക്ക് ഓഫായതാ. പിന്നെ എന്ത് പണി അവിടെ എടുക്കാൻ പറ്റണേ? അത് ശരിയാ. ഇത് വില്ലൻ ചോമൊന്നും തീരൂല. അച്ഛാ, ഞങ്ങൾ അപ്പുറത്തെ റൂമിലുണ്ടാവും. അച്ഛൻ എങ്ങും നടക്കണ്ടായിരിക്കില്ല. ഒന്നുകൂടി ഇരുന്ന് ചുമച്ചോട്ടാ. ഇവിടെ ഇരുന്നോ. നീ പോണ്ടേ? റൂം കയറിയിരിക്കാനാണെങ്കിൽ എന്തിനാ ബോട്ടിലെ യാത്ര ചെയ്യണ്? വീട്ടിലിരുന്ന പോലെ. മണ്ടു, ഇങ്ങോട്ട് കയറി വന്നേ.
ഇതാണ് നമ്മുടെ ബെഡ്റൂം കേറ്. ഇതില്ലേ അതല്ല ഇത് വീട് പോലെ ഉണ്ടല്ലോ ശരിക്കും. വീട് പോലെ ഇത് വീടിനെക്കാളും സെറ്റപ്പാണ്. AC, അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് കണ്ട വിഷയം പറ്റും. നീയേ അവിടെ ഇരിക്കും, ഞാൻ കായൽ കാണിച്ചു തരട്ടെ. അത് തുറന്നാ മൊത്തം കായലാണ്. കാണിച്ചു തരാം, അവിടെ ഇരിക്കട്ടാ. എന്തൊരു ഭംഗിയല്ലേ. ഇല്ല ഒരു ബോട്ട് പോണ നോക്കിയേ കണ്ടാ. ഈ ബോട്ടിൽ നമ്മൾ കറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോഴേ നമ്മൾ തിരിച്ച് കെട്ടി ചെല്ലുള്ളൂ. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഹൗസ് ബോട്ടിൽ ഒന്ന് കറങ്ങണം. ഞാൻ ആദ്യമായിട്ടോ അങ്ങനെയൊക്കെ കാണുന്നേ. തിരിക്കാൻ തരുവാ? പിന്നെന്താ, ഞാൻ ആകെ ഇങ്ങോട്ട് വന്നിട്ട് തിരിക്കാനും പിടിക്കാനാണ്. ഉള്ളിൽ കയറുന്ന വീട്ടിൽ താല്പര്യമില്ല. പിന്നെന്താ, ഇത് വലിയ സാധനം. ഒരു പണിയില്ല. എന്ത് പണി? ഒരു പണിയില്ല, അതിങ്ങനെ പിടിച്ച് തിരിച്ചാൽ മതിയല്ലോ. ഞാൻ ഇത് റോഡും ഞാൻ മറ്റേ ബസ് വണ്ടി കുത്തുന്നു വിചാരിക്കും. ഇതൊന്നും വെള്ളത്തിലല്ലേ. അടിപൊളി സംഭവം, അടിപൊളി. എല്ലാവർക്കും കൊടുത്താലും പ്രശ്നമില്ല. ഇല്ലല്ലോ. ഇത് അവ പോകുമ്പോ 500 ബാക്കി തരണം എനിക്ക്. അത് തരും, ഇനി തരും. എങ്ങനെ കേറി ഇരുന്നോ? എന്നാ കേറ് പോയ അവരെ നോക്കണ്ട. നിങ്ങള് വോട്ടല്ലേ, നിങ്ങള് ആരൊക്കെ കേറ് പിടിക്ക് പിടിച്ചു. അവിടേക്ക് തിരിക്കരുത്. അവിടേക്കൊക്കെ ഇത് ഇങ്ങോട്ട് പിടിക്കണോ. ഇതെന്തങ്ങനെ ഓളം വെട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് പിടിക്ക. വിചാരിക്കും പോലല്ല കേട്ടാ. കേറി ഇരുന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് തിരിക്കണം. അങ്ങോട്ടാ ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോണെങ്കിൽ അങ്ങോട്ട് പോണെങ്കിൽ തന്നെ ഇങ്ങോട്ട് അങ്ങനെ വെച്ചാൽ മതി. സൂപ്പർ കേട്ടാ. എന്താണ് ഇത് വേർക്കണ? എന്താണ് ഒരു വേർപ്പ് പോലെ? ഇല്ല, AC ഉണ്ട്. എന്ത് ചെയ്യാൻ റിമോട്ട്? ഒരു 16 ഇട്ടേക്കാം. അടുത്ത തണുത്ത് വിറക്കട്ടെ. കിട്ടാന്നാവുമ്പോ കമ്പിളിയൊക്കെ ഉണ്ട്. നീ ആ തലങ്കിണിയൊക്കെ അങ്ങോട്ട് മാറ്റി. ഇതാണ് ഭ്രാന്ത് കാരണം. അത് തെളിഞ്ഞിട്ടില്ലല്ലോ അവിടെ. ചൂടെടുത്തിട്ട് പോകലല്ലോ. കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ഇപ്പൊ കുഴപ്പമില്ല. ഇനി കുറെ കഴിയാൻ നേരത്ത് ആരെയും വിളിക്കാനും പറ്റൂല. ശീതളേട്ടാ, എന്തിനാണ് വിളിക്കണ? ഇത് വർക്ക് ചെയ്യാനില്ലെന്നേ. പൈസ കൊടുത്തല്ലേ. AC ആണ്, ബെഡ്റൂം ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആര് പൈസ കൊടുത്തു? ഞാൻ പൈസ കൊടുത്ത്. സത്യമായിട്ടും കൊടുത്തു. പിന്നെ പൈസ കൊടുക്കാതെയാണ് ശീതളേട്ടൻ ഇപ്പൊ എല്ലാവരും കള്ള ഞാൻ കൊടുത്തുകൊണ്ട്.